ഹായ് ഹലോ അസ്സാം വലൈക്കും. എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാ അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എൻ്റെ അടുക്കളത്തെ രാവിലത്തെ നമ്മുടെ കുട്ടി കുട്ടി ജോലികളെല്ലാം ഒതുങ്ങി പാത്രമൊക്കെ കഴുകി വെച്ചിട്ട് മുറ്റത്തോട്ട് ഇറങ്ങി വന്നതാണ് കേട്ടോ. 2 ദിവസം മുന്നേ ഉള്ള മഴയിലാണോ എനിക്കറിയത്തില്ല. നമ്മുടെ ഈ മണി പ്ലാന്റ് ഒക്കെ കുറച്ചൊക്കെ നശിച്ച് കിടക്കുന്നു. ഇനി പൂച്ചയുണ്ട്, പൂച്ച ഭയങ്കര ശല്യമാണ് കേട്ടോ. ഇതിൻ്റെ മേളിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടലാണ്. ഇനിയിപ്പോൾ അങ്ങനെ പോയതാണോ എന്നും അറിയത്തില്ല. നല്ലതുപോലെ നിന്ന മണി പ്ലാന്റ് 1-2 വള്ളിയൊക്കെ ഇതുപോലെ ഒന്ന് വാടി കരിഞ്ഞ് ചത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അപ്പോൾ കുറേ നാളായിട്ടോ ഞാൻ ഇങ്ങോട്ടൊക്കെ വന്ന് ഈ ചെടികളൊക്കെ ഒന്ന് നോക്കി കണ്ടിട്ടൊക്കെ ഒത്തിരിയായി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഉണക്ക് കാലമൊക്കെ വന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അപ്പോൾ എല്ലാം വളരെ മോശപ്പെട്ട് നിൽക്കുന്നൊരവസ്ഥ കേട്ടോ. പിന്നെ ചിലതിലൊന്നും മണ്ണില്ല. അപ്പോൾ ഞാൻ കുറച്ച് മണി പ്ലാന്റ് നല്ലത് നോക്കി നിർത്തിയിട്ട് ബാക്കി വാടി നിന്നതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് പിന്നെ വേറൊരു ചെടി ഞാൻ എടുത്തില്ല. എൻ്റെ പേര് ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിൻ്റെ ഒന്നിൻ്റെ പേര് എനിക്കറിയത്തില്ല കേട്ടോ. എനിക്ക് കിട്ടുന്ന ചെടികൾ ഞാനിങ്ങനെ കൊണ്ടുപോയി എനിക്ക് പൂക്കളുണ്ടാകുന്ന ചെടിയേക്കാൾ ഇഷ്ടം ഇങ്ങനെ ഇലച്ചെടികളാണ് കേട്ടോ. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് ഇലച്ചെടികൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം എടുത്ത ഒരു ഇലച്ചെടി ഉണ്ടല്ലോ, അതിങ്ങനെ സാധാരണ എല്ലാ സ്ഥലത്തും ഹോസ്പിറ്റലിലൊക്കെ നിൽക്കുന്ന നല്ല തളിർത്ത് കൊഴുത്താണ് നിൽക്കുന്നത്. കാണാൻ നല്ല ഭംഗിയല്ലേ, വട്ടം ചുറ്റി ഇങ്ങനെ കൂട്ടത്തോടു കൂടി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെ കൊണ്ടുവച്ചതാണ്. പക്ഷേ ആ ഒരു കവറിലാട്ടോ ഞാൻ വെച്ചിരുന്നത്. അതുപോലെ തന്നെ മൂട് ഒന്ന് പിടിച്ചതിന് ശേഷം കൊണ്ട് മാറ്റി നടാമെന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷേ അത് അങ്ങനെ തന്നെ ഇരുന്ന് പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നല്ല രീതിയിൽ പിടിച്ചിട്ടില്ല. ഇത് കണ്ടില്ല, ഇതാണ്. അപ്പോൾ ഞാനൊരു ഗ്രോ ബാഗ് എടുത്തിട്ട് അതിൽ കുറച്ച് മണ്ണൊക്കെ നിറച്ച് ഇപ്പോൾ നല്ല മണ്ണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. മഴയൊക്കെ പെയ്തിട്ട് നമ്മുടെ ആ തടം ഉണ്ടല്ലോ, റോഡ്, ആ തടത്തിലെ മണ്ണെല്ലാം ഒലിച്ച് നമ്മുടെ ഈ വീടിന് ബാക്ക് വശത്ത് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മണ്ണായിരുന്നു, നല്ല ഈ മണൽത്തരി പോലെ കിടക്കുന്ന മണ്ണായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ചുരണ്ടി എടുത്ത് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് ചെടി ഒന്ന് മാറ്റി നട്ടിട്ടുണ്ട്. നമുക്ക് നോക്കാം, ചിലപ്പോൾ നല്ലതുപോലെ ഞാൻ കണ്ട രീതിയിലൊക്കെ വളർന്നു വന്നാലോ. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ മണി പ്ലാന്റിൻ്റെ ചുറ്റും കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുക്കാനുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് കൊടുത്തിട്ട് 1-2 ഇലകളൊക്കെ പന്നലായിട്ട് നിൽപ്പുണ്ടായിരുന്നു കേട്ടോ. വാടി കരിഞ്ഞതും പഴുത്തതും മഞ്ഞ കളറൊക്കെ അടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചെടിയൊക്കെ അങ്ങ് ഉഷാറായിക്കോളും കേട്ടോ. പിന്നെ ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, മഴ ഒന്ന് ചാറിയിട്ടേ ഉള്ളൂ, പക്ഷേ വീടിനകവും പുറവും എല്ലാം ഒരുപോലെ വൃത്തികേടായി കിടക്കുകയാണ്. അങ്ങനെ ഒരു ഫീലാണ് കേട്ടോ. അപ്പോൾ എത്ര തോർത്താലും തുടച്ചാലും ഇങ്ങനെയൊക്കെ തന്നെ. അപ്പോൾ ഈ ചവിട്ടിയിൽ നിന്ന് ചവിട്ടി കയറിയിട്ട് ഉള്ള ചെളി മൊത്തം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ചെറിയ വെയിലുണ്ട്, ഞാൻ അങ്ങോട്ടങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുറ്റം അടിക്കാനൊന്നും ഞാൻ നിന്നില്ല, കാരണം അതിനുള്ളൊരു സമയമൊന്നും ഇല്ലായിരുന്നേ. കാരണം പാത്തൂട്ടിയെ മദ്രസയിൽ കൊണ്ടാക്കണമായിരുന്നു കേട്ടോ. കൊണ്ടാക്കി അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ കൊച്ചിനെ വിളിച്ചുകൊണ്ട് വരുന്നത് വരെ വീഡിയോ ഒന്നും എടുത്തില്ല. അപ്പോൾ അവളെ ഞാൻ മദ്രസയിലൊക്കെ കൊണ്ടാക്കി, അവളുടെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു. ഒരു 10:30 ആയപ്പോഴത്തേക്ക് ഞങ്ങൾ തിരികെ കയറി വരുവാണ് കേട്ടോ. ഇവിടെയൊക്കെ ആണെങ്കിൽ പന്നി കുത്തി ഇവിടെ ഈ പോകുന്ന ഈ വഴിയൊക്കെ ഉണ്ടല്ലോ, ഈ വഴിയുടെ ആ റബ്ബറും തോട്ടത്തിൻ്റെ സൈഡെല്ലാം കണ്ടില്ലേ, ആ പന്നി കുത്തി നശിപ്പിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. ഒരു പോസ്റ്റിൻ്റെ മൂടാണെങ്കിൽ പറയാനില്ല, അത്രയ്ക്കും അതങ്ങ് താഴെ പോരാഞ്ഞത് എന്തോ ഒരു ഭാഗ്യത്തിനാണ് അത് നിൽക്കുന്നത് കേട്ടോ. എന്തെങ്കിലും ഒരു കാറ്റടിച്ച് കഴിഞ്ഞാൽ പോസ്റ്റിൻ്റെ കാര്യത്തിന് എന്തെങ്കിലും ഒരു തീരുമാനമൊക്കെ ആകും. അപ്പോൾ നമ്മൾ തിരികെ വന്നിട്ടുണ്ട്. അനിയത്തിയുടെ വെള്ളമൊക്കെ കോരിയെടുക്കുകയാണ് കേട്ടോ. ഇപ്പം ഇവിടെ 2-3 ദിവസം കൊണ്ട് ഇങ്ങനെ ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. ഇന്നലെ വൈകിട്ട്, അതായത് ഒരു 3 മണി തൊട്ട് ചെറിയ ചെറിയ ചാറ്റൽ മഴയാണ് കേട്ടോ. ഇന്നലെ രാത്രി വരെയും ചാറി നിൽക്കുമായിരുന്നു. ഇപ്പം ശരിക്കും മഴക്കാലമായി എന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അതായത് അന്തരീക്ഷമൊക്കെ തണുപ്പൊക്കെ ആയിട്ടുണ്ട്. രാവിലെ നല്ല തണുപ്പായിരുന്നു. അപ്പോൾ കുറച്ച് ചക്ക അപ്പുറത്തുനിന്ന് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. ഞാനതൊക്കെ ഇവിടെ ഇരുന്ന് തന്നെ അങ്ങ് വെട്ടിപ്പറിച്ചെടുക്കുകയാണ് കേട്ടോ. അകത്തോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ പാത്തു ആണെങ്കിൽ ഈ പച്ച ചക്കയൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. വന്നെടുത്ത് അതിൻ്റെ അരക്കൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയി കഴിഞ്ഞാൽ മൊത്തം അടുക്കളയിലും തറയിലും ഒക്കെ ചവിട്ടി തേക്കും. പിന്നെ അതെനിക്കൊരു മെനക്കേടായതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് തന്നെ അങ്ങ് വെട്ടിപ്പറിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഈ ഒരു ചെറിയൊരു കഷ്ണമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുത്തു. അതിൻ്റെ ആ തൊണ്ടൊക്കെ കൊണ്ട് കളഞ്ഞു. അകത്തോട്ട് കയറി വന്നിട്ടുണ്ട്. അപ്പോൾ കറിയൊക്കെ റെഡി ആയിരിക്കുന്നത് കൊണ്ട്, തലേന്നത്തെ കറിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ചൂടാക്കി രാവിലെ അങ്ങ് വെച്ചത് കൊണ്ട് അങ്ങനെയുള്ള പരിപാടിയൊന്നുമില്ല. ചക്കയൊന്ന് നുറുക്കിയൊക്കെ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ച് ലേശം പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അങ്ങ് അടുപ്പിലോട്ടാക്കി കൊടുക്കേണ്ട കാര്യമുള്ളൂ. പിന്നെ കുറച്ച് പച്ചപ്പയർ, നമ്മുടെ അച്ചിങ്ങപ്പയറുണ്ടല്ലോ, അത് കുറച്ചിരിപ്പുണ്ട്. അതും കൂടി ഒന്ന് മെഴുക്കുരട്ടിയാക്കി കഴിഞ്ഞാൽ ഇന്നത്തെ അടുക്കള ജോലി ക്ലോസ്. പിന്നെ കുറച്ച് തുണി മടക്കാനുണ്ട്, കുറച്ച് തുണി അലക്കിയിടാൻ വേണ്ടിയിട്ടുണ്ട്. തലേന്ന് കഴുകിയിട്ട തുണികളെല്ലാം മടക്കി അലമാരയിലകത്ത് വെക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അത് വീണ്ടും എനിക്ക് നാളെ കഴുകേണ്ടി വരും.
കാരണം കൊച്ചു പിള്ളേരൊക്കെ ഉള്ള വീടുകൾ എല്ലാവർക്കും അറിയാം. നമ്മൾ തുണിയൊക്കെ കഴുകിയിട്ടുകൊണ്ട് എവിടെയെങ്കിലും ഉണങ്ങിയതൊക്കെ പറക്കിക്കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മടി കാരണം പിന്നെ മടക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും കഴുകേണ്ട അവസ്ഥ വരും. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറക്കിക്കൊണ്ടൊക്കെ ഇടും. അത് തന്നെയാണ് കാരണം. അപ്പോൾ ഞാൻ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തുണി മടക്കി വെക്കാനും. അതുപോലെ ബെഡ്ഷീറ്റൊന്നും നേരെ ചൊവ്വേ വിരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അതുപോലെ അങ്ങ് കിടക്കുകയാണ്. രാവിലെ ബെഡ്ഷീറ്റ് സാധാരണ നമ്മൾ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഞാനങ്ങനെ മടക്കി അങ്ങ് വെക്കും കേട്ടോ. മടക്കി വിരിച്ചിടും. അത് കാണുമ്പം തന്നെ നമുക്കൊരു പ്രത്യേക ഫീലല്ലേ, ഒരു പോസിറ്റീവ് എനർജി വരും നമ്മൾ ബെഡ്റൂമൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കുമ്പോൾ. അപ്പോൾ ഇന്നത് ഞാൻ ചെയ്തിട്ടില്ല. ഇന്നാകെ ചെയ്യാഞ്ഞ് മറ്റൊന്നുമല്ല, പട്ടി കയറി കിടക്കും തിട്ടയിൽ രാത്രി കേട്ടോ. നമ്മളപ്പോഴത്തേക്ക് എന്ത് ചെയ്യുമെന്നറിയുമോ, വെള്ളം ഒഴിച്ചിടുമായിരുന്നു. അപ്പോൾ 2 ദിവസം കൊണ്ട് മഴയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ വെള്ളം ഒഴിക്കാൻ നിന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി പട്ടി കയറി കിടന്നു. ഞാൻ വെള്ളം ഒഴിക്കാഞ്ഞത് കൊണ്ടാണ്. പട്ടി കയറി കിടന്നു. കഴുകിയില്ലേ, ആ മാറ്റൊക്കെ എടുത്ത് കഴുകിയത് അതൊക്കെ കൊണ്ടാണ് ചവിട്ടി തേച്ചിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ. അപ്പോൾ നമ്മൾ ചവിട്ടി കയറുന്നത് കൂടാതെ തന്നെ ഇതുങ്ങളും കൂടെ ചവിട്ടി തേച്ചു. അപ്പോൾ എന്തായാലും കഴുകിയൊക്കെ എടുക്കണമായിരുന്നു. രാവിലെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്കതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കാനും തുണി മടക്കി വെക്കാനും തുണി കഴുകാൻ ഇറങ്ങാനും എല്ലാം. പിന്നെ നമസ്കരിക്കണം, അങ്ങനെ കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഉച്ചക്കലത്തേക്ക് കറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ചക്കയൊക്കെ ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്ത് കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നാളെ മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബായ്.